നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. നമസ്കാരം. ഞാൻ പിണറായി വിജയനെ നേരിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അദ്ദേഹം കാട്ടുകള്ളനാണെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് എനിക്കുണ്ടാകുന്നത് 1998 അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി ആയ ശേഷമാണ്. ആ സമയത്താണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നത്. പി ശശിയും പിണറായി വിജയൻ ചേർന്നുള്ള ഒരു ഭരണമായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്നത്. EK നായനാരെ മൂലക്കിരുത്തി ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു എല്ലാ തട്ടിപ്പും വെട്ടിപ്പുകളും സ്റ്റാർട്ട് ചെയ്തത്. ഐസ്ക്രീം പാർലർ പെൺവാണിഭം അട്ടിമറിച്ചതും തുടങ്ങി ലാവ്ലിൻ കേസ് അട്ടിമറിച്ചതും അതുപോലുള്ള കാര്യങ്ങളെല്ലാം, അതേപോലെ കൈരളി ചാനൽ പല കുത്തക മുതലാളിമാരെയൊക്കെ കണ്ട് സ്വാധീനിച്ച് സ്റ്റാർട്ട് ചെയ്തതും എല്ലാം തന്നെ ഈ കാലങ്ങളിലാണ്. പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൃത്യമായി പഠിച്ചത് ഈ 1996-2001 കാലഘട്ടത്തിലെ ഭരണത്തിലാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ എന്നെ കൃത്യമായി പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള പേരിൽ ഞാൻ വാർത്തച്ചത് 2005 ഫെബ്രുവരി മാസത്തിൽ. ആ സമയത്താണ് അദ്ദേഹം വിറളി പൂണ്ട് ഒരു ഭീരുവിനെ പോലെ ക്രൈമിൻ്റെ ഓഫീസിലേക്ക് ഗുണ്ടകളെ പറഞ്ഞയച്ച്, ആരുടെ നേതൃത്വത്തിൽ, മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ പറഞ്ഞയച്ച് ഓഫീസ് അടിച്ചു പൊളിച്ച് കത്തിച്ച് അവിടുന്ന് രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോയത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അന്നത്തെ ധാർഷ്ട്യവും അഹങ്കാരവും അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ ഒരു പ്രസിദ്ധീകരണത്തെ അടച്ചുപൂട്ടാൻ എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഒരുക്കി എന്നുള്ളതാണ് സത്യം. എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഒരുക്കി. ആ ഒരുക്കി എന്ന് പറയുന്നൊരു കാര്യത്തിൽ അദ്ദേഹം ഭീരുവാണെന്ന് തെളിയിച്ച കാര്യമാണ്. അദ്ദേഹം ഭയങ്കര അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ, രേഖാമൂലം പുറത്തു വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിക്കക്കളി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അവിടുന്ന് തുടങ്ങിയ പോരാട്ടം പലതും ഞാൻ കണ്ടു. 2006 അദ്ദേഹം മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു. എന്നാൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി ആക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അവിടുന്ന് ഇങ്ങോട്ട് 2016 പിന്നീട് അദ്ദേഹം വളഞ്ഞ വഴി കൂടെ നമ്മുടെ ഉമ്മൻചാണ്ടിയൊക്കെ വീഴ്ത്തിയിട്ട് മുഖ്യമന്ത്രിയായത്. അങ്ങനെ അദ്ദേഹം എല്ലാ മേഖലകളിലും പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ നടത്തി. അഴിമതിയോട് അഴിമതി. അദ്ദേഹം നടത്താത്തൊരു അഴിമതിയില്ല. ഏറ്റവും ചുരുങ്ങിയത് 25,000 കോടി രൂപ വിദേശത്തുണ്ടെന്നുള്ള ഞാൻ ഒരു 2 വർഷം മുമ്പ് പറഞ്ഞതാണ്. അതെല്ലാം സത്യമാണെന്ന് ഓരോന്നോരോന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിവിധ തട്ടിപ്പുകളിൽ അദ്ദേഹം കുടുങ്ങേണ്ട എന്നോ ജയിലടക്കേണ്ടതാണ്. അതിനൊക്കെ BJPയിലെ ഇവിടുത്തെ നേതാക്കന്മാരെ കയ്യിലെടുത്തും ചില ജഡ്ജിമാർക്ക് പണം കൊടുത്തുമൊക്കെ സ്വാധീനിച്ചൊക്കെയാണ് അട്ടിമറിച്ച് അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് SFIO അന്വേഷണം കൃത്യമായി നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കൃത്യമായി BJP പ്രസിഡന്റ് ആവുകയും ഷോൺ ജോർജുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുകയും അതിനടിസ്ഥാനം ഷോൺ ജോർജ് കൊടുത്ത കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനം പിണറായി വിജയൻ്റെ മകൾ SFIO അന്വേഷണത്തിൽ പ്രതിയാവുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വരാൻ പോകുന്നു. അതേപോലെ നമ്മുടെ CBI കേസും വരാൻ പോണു. ഈ സന്ദർഭത്തിലാണ് ഇന്നലെ അദ്ദേഹം ഒരു അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട് പത്രസമ്മേളനത്തിനെത്തിയത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിന് എത്തിയ ആൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 125 കോടിയോളം ഈ രേഖാമൂലം ക്യാഷായിട്ട് വാങ്ങിയിട്ടുള്ള CMRന്ന് വാങ്ങിയിട്ടുള്ളതാണ് പിണറായി വിജയൻ. എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വന്നാൽ അദ്ദേഹം കുടുങ്ങും എന്നുള്ള കാര്യം സംശയമില്ല. CBI റെയ്ഡ് വന്നാൽ അദ്ദേഹം കുടുങ്ങും. അതോടൊപ്പം CBI കേസ് വന്നാലും കൂടി. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വന്നാലും അതിലും മകളും കൊടുങ്ങും, ഇദ്ദേഹം കൊടുങ്ങും. കൂടാതെ ഇപ്പോഴത്തെ കേസിൽ SFI അന്വേഷണം പിണറായി വിജയൻ്റെ മകൾ പ്രതിയായി എന്നുള്ള കാര്യം സത്യം. അവർ കുടുങ്ങാൻ പോകുന്നു എന്നുള്ളത് വളരെ ക്ലിയർ. 2.7 കോടി രൂപയാണ് തട്ടിപ്പടത്തുള്ളത്. ഇങ്ങനെയുള്ള പിണറായി വിജയൻ കോടാനുകോടി രൂപ ഉണ്ടാക്കുമ്പോൾ പാവപ്പെട്ട ആശാ വർക്കേഴ്സിന് ഒരു 5 പൈസ കൂട്ടിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്ന് പറയുന്ന ധാർഷ്ട്യം. ആ ധാർഷ്ട്യത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ആശാ വർക്കർമാർക്ക് 5 പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവർ ആരും തന്നെ സമരത്തിലില്ല എന്ന് പറയുന്നു. നോക്കിയാട്ടെ, 232 രൂപയാണ് അവർ ശമ്പളം. ഒരു സാധാരണ വീട്ടുജോലിക്ക് വരുന്ന ആൾക്കാർക്ക് പോലും 700 രൂപ ഡെയിലി കിട്ടുന്നുണ്ട് ആവറേജ്. 30 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 21,000 രൂപ കിട്ടുന്നത്. ആ പണമെങ്കിലും കൊടുക്കണ്ടേ? എന്നിട്ട് ന്യായീകരിക്കുകയാണ് ആരും സമരത്തിനില്ലെന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് നോക്കൂ. നമ്മുടെ സംസ്ഥാനത്താകെ 26,125 ആശാ വർക്കർമാരാണുള്ളത്. 99% ആശാ വർക്കർമാരും സമരത്തിലില്ല. അപ്പോൾ ബഹുഭൂരിപക്ഷവും ഫീൽഡിൽ സേവനത്തിലാണ്, ഇപ്പോഴും സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സമരമായി ഈ സമരം മാറുന്നില്ല. പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ, എന്നാലല്ലേ അത് തീരുകയുള്ളൂ.
ഇതിൽ ഞങ്ങൾക്ക് ആശമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം വെച്ച് പുലർത്തുന്നവരല്ല ഈ സർക്കാർ. ആശമാർക്ക് കഴിയാവുന്നത്ര സഹായം ചെയ്യുക എന്ന നിലപാട് തന്നെയാണുള്ളത്. അത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് മനസ്സിലാക്കുന്നവരാണ് മഹാഭൂരിപക്ഷം 99% ഇപ്പോൾ സർവീസിൽ യഥാർത്ഥ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ. പിന്നെ അവിടെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളുകയാണ് പിണറായി വിജയൻ ചെയ്തത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ കേസിൽ പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞതാണ് പാർട്ടി, യാതൊരു സഹായം ചെയ്തു കൊടുത്തില്ല. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തീർത്ത് പറഞ്ഞു മകൻ്റെ കേസ് വേറെ. എന്നാൽ പിണറായി വിജയൻ്റെ മകൾ കേസിൽ കുടുങ്ങിയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതെന്താ? എന്നെ കൊടുക്കാൻ വേണ്ടിയാണ് എന്നാ. അതായത് പിണറായി വിജയൻ്റെ മകളുടെ പേരെന്താ? വീണ വിജയൻ. വീണ വിജയൻ എന്താണ് ഒരു അഡ്രസ്സ് എഴുതുക? സൺ ഓഫ് പിണറായി വിജയൻ എന്നാണ് എഴുതുക. ഏത് അഡ്രസ്സിലാണ് പണം വാങ്ങിയിരിക്കുന്നത്? AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിലാണ് വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞത് ഞാൻ PV അല്ല എന്നാണ്. ഇപ്പം പറയുകയാണ് അദ്ദേഹം മകളാണ്, എൻ്റെ മകളുടെ ചേർത്തുകൊണ്ട് എന്നെയും കൂടെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പുറത്തെ പിണറായി വിജയൻ 125 കോടി രൂപ വാങ്ങിയ കാര്യത്തിലാണ് പിണറായി വിജയനെതിരെയുള്ളത്. മാത്രമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിലാണ് മകള് പൈസ വാങ്ങിയെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഡോട്ടർ ഓഫ് പിണറായി വിജയനല്ലേ എല്ലാ കേസിലും കൃത്യമായി പോലീസ് കേസെടുത്താൽ കൃത്യമായി എഴുതുക സൺ ഓഫ് ഇന്നാൾ, ഡോട്ടർ ഓഫ് ഇന്നാൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനല്ലേ. അദ്ദേഹം നേരത്തെ പറഞ്ഞ PV ഞാനല്ല എന്നാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് വീണ വിജയൻ്റെ അച്ഛൻ ഉള്ളത് കൊണ്ടാണ് ഈ പണം കൊടുത്തതെന്നാണ്. എന്തായാലും പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹത്തെ വാങ്ങിയ ഭാഷ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കൊണ്ടും എല്ലാം തന്നെ മാനസികമായി തകർന്നിരിക്കുന്നു. ഇനി അധികകാലം ഇല്ല വീണ വിജയൻ മകൾ പിടിക്കപ്പെടും. അതിനുശേഷം തുടർന്ന് പിണറായി വിജയനും പിടിക്കപ്പെടും. പിന്നെ അതിനുശേഷം കുടുംബസമേതം ജയിലിൽ പോകും. ഇപ്പോൾ അങ്ങനെ അവസ്ഥയിൽ എല്ലാം തകർന്നവനെ പോലെയായിരുന്നു ഇന്നലെ പെണുങ്ങാണ്ടി ദൈവം എന്ന് പറയാം. പെണുങ്ങാണ്ടി ദൈവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ദൈവമാക്കി ചിത്രീകരിക്കാൻ പോകുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. പെണുങ്ങാണ്ടി ഇപ്പോൾ എല്ലാം തകർന്നവനെ പോലെ ഇന്നലെ കാണിച്ച പെരുമാറ്റം, പൊട്ടിത്തെറിച്ച് പത്രക്കാരുടെ അധിക്ഷേപിച്ച് നിങ്ങളോടിപ്പോൾ മറുപടി പറയാൻ പറ്റില്ല, ഞങ്ങളെ ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമെന്തോ, ഗുണ്ടായിസ മാതിരിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പനെ പോലെയാണ്. അതായത് അദ്ദേഹം പിടിക്കപ്പെടാൻ പോകുന്നു, ഇനി അധിക നാളില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഭാഗങ്ങളൊന്ന് പൂർണ്ണമായി കാണാം. അങ്ങയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങയുടെ മകളായതുകൊണ്ടാണ് ഈ കമ്പനിയായിട്ട് CMRL സൈൻ ചെയ്തെന്നുള്ള ആക്ഷേപമാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഈ കമ്പനി? അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നോക്ക് നിങ്ങൾ എത്രത്തോളം ആകുമെന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. കോടതിയിലുള്ള കാര്യമാണ്, കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ. നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവണ്ട. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോരമ അതല്ലേ ആഗ്രഹിക്കുന്നത്, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നടക്കട്ടെ, നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക്. അങ്ങേ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത്. അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുമോ? നിങ്ങൾക്ക് ബോധ്യമാവുമെന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ? നിങ്ങളത് തുടരില്ലേ? ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് അങ്ങടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അതിന് തയ്യാറാവാത്തത് അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങളാരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്.
നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു. നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ? എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല. ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്നതാണെങ്കിൽ താങ്കളുടെ മകൾ പാർട്ടിയിലുള്ള ആളല്ല, താങ്കളുടെ മകളാണ്. നേരത്തെ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന സമയത്ത് താങ്കളുടെ നിലപാടിൽ വരട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് താങ്കളുടെ മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ്. അതിനെന്താ ആശ്ചര്യം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അല്ല, ബിനീഷ് കോടിയേരിക്കും താങ്കളുടെ മകൾക്കും രണ്ട് നീതിയാണോ എന്നുള്ളതാണ് ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ, അതിരിക്കട്ടെ, നമുക്ക് നോക്കാം. കരിമണലുമായി ബന്ധപ്പെട്ടും അത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് CM-ന് ഈ രീതിയിലുള്ള പരിഗണന ശസ്ത്രം കർത്ത മകളുടെ രൂപത്തിൽ കൊടുത്തത്. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിക്കേണ്ടത്. അതിങ്ങനെ മോഹിച്ച് നിൽക്ക്. കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്, നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ കാര്യങ്ങൾ. പക്ഷെ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRL ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉയരുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?